വരൂ. അമ്മയെന്നല്ലേ പറഞ്ഞത്? ഇവരിത്രയും കാലം എവിടെയായിരുന്നു? ആർക്കറിയാം. ഏഴു വർഷം അയാൾ കോമാ സ്റ്റേജിലായിരുന്നു. ചെറിയൊരു ചലനമെങ്കിലും അയാളിൽ നിന്നുണ്ടായത് ഈ കഴിഞ്ഞ ദിവസം. പുഴയിലൂടെ കുറെ ദൂരം ഒലിച്ചു വന്നതിന് ശേഷം ഒരു കല്ലിൽ തട്ടിത്തടഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് നാട്ടുകാർ കണ്ടെത്തിയത്. ഇവിടെ കൊണ്ടുവരുമ്പോ രക്ഷിച്ചെടുക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അയാൾ സർവൈവ് ചെയ്തു. കൊണ്ടുവന്നവർ ഇവിടെ ഏൽപ്പിച്ചിട്ട് തിരിച്ചുപോയി. ഇവിടുത്തെ ചികിത്സാ ചെലവുകളൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. കൂടെ ആരുമില്ലാത്ത സ്ഥിതിക്ക് ഏതെങ്കിലും സർക്കാർ ഹോസ്പിറ്റലിലേക്ക് മാറ്റാമെന്നും അല്ലെങ്കിൽ ഏതെങ്കിലും പാലിയേറ്റീവ് കെയറുമായി ബന്ധപ്പെടാമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ ഈ ഹോസ്പിറ്റൽ മുതലാളി മിസ്റ്റർ നാരായണമൂർത്തി ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ നിർദ്ദേശമായിരുന്നു എത്ര കാലെടുത്താലും ഇയാളുടെ ചികിത്സ പൂർത്തിയാക്കി ഇയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നത്. മകൻ നഷ്ടപ്പെട്ട് ഇത്ര കാലമായിട്ടും നിങ്ങൾ അന്വേഷിച്ചില്ലേ? നിറയിടത്തിലെല്ലാം തേടിയാച്ചു സാർ. എങ്കേയിരുന്നും ഒരു തകവലയും കിടക്കലേ. ഊറ് വിട്ടു പോയെന്ന് താൻ നനച്ചത്. കുറെ കാലം കാത്തിരുന്നു, പിന്നെ വിധിയാണെന്ന് കരുതി. ആരാണ് നിത്യ?
നിത്യ അയാളുടെ ആരായിരുന്നു? അയാൾക്ക് ഓർമ്മകൾ എന്തെങ്കിലുണ്ടായാൽ അത് അയാളെ കൊണ്ട് എഴുതിക്കണമെന്ന് ഞാൻ സിസ്റ്ററിന്റെ അടുത്ത് പറഞ്ഞിരുന്നു. അയാൾക്ക് അയാളുടെ പേര് ഓർമ്മയില്ല, വീട്ടുകാരെ ഓർമ്മയില്ല, കൂട്ടുകാരെ ഓർമ്മയില്ല. പക്ഷേ കയ്യിൽ ഏൽപ്പിച്ച പേപ്പറിൽ നിത്യ എന്നയാൾ എഴുതി. അറിയോ അങ്ങനൊരു കുട്ടിയെ? അറിയില്ല സർ. നഴ്സുമാർ പറഞ്ഞത് ആ പേരെഴുതുന്ന സമയത്ത് അയാൾ വല്ലാത്തൊരു ഭാവത്തിലായിരുന്നു. ഒരു പ്രതികാരം പോലെയോ ഒരു ദേഷ്യം പോലെയോ ഒക്കെ. സോ അയാളുടെ ജീവിതത്തിലെ നിർണായകമായൊരു സ്ഥാനത്തുള്ള ഒരു കുട്ടിയായിരിക്കണം ഈ നിത്യ. മകന്റെ പേരെന്താ? ജീവൻ. എന്തായാലും നിങ്ങൾ വരൂ. അയാൾ കണ്ണു തുറന്ന് നിങ്ങളെ കാണുമ്പോൾ തിരിച്ചറിഞ്ഞാലോ? എന്തെങ്കിലും ഓർത്തെടുക്കാൻ ശ്രമിച്ചാലോ? വരൂ, പ്ലീസ് കം. മോനെ, മോനെ, ജീവ, മോനെ, എഴുന്നേക്ക് മോനെ. ഡോക്ടർ, എന്തെങ്കിലും ചോദിച്ചു നോക്കൂ. എഴുന്നേക്ക് മോനെ, എഴുന്നേക്ക് മോനെ. ജീവ, എഴുന്നേക്ക്. ജീവ, അമ്മയാ, അമ്മ, അമ്മയാടാ. മോനെ, അമ്മ നിനക്ക് മനസ്സിലാവുന്നില്ലേ? ജീവൻ എല്ലാം ഒന്ന് ഓർമ്മിക്കാൻ ശ്രമിക്കും. ഇത് ജീവന്റെ അമ്മ തന്നെയല്ലേ? ജീവ, അമ്മയാ, അമ്മയാ, ഞാൻ അമ്മയാ ജീവ. അമ്മേ, അമ്മയാ, ഞാൻ അമ്മേ. അമ്മയാ ജീവ.
അമ്മ അമ്മയല്ലാതെ ആരാ ഇങ്ങനെ കരയാ? അമ്മയല്ലാതെ ആരാ ഇങ്ങനെ സ്നേഹിക്കുക? ഇതെന്റെ അമ്മ തന്നെയാ. അമ്മേ അമ്മേ അതാരമ്മേ? ശരവണൻ. ശരവണനാ. ശരവണൻ. നമ്മുടെ വീട് എവിടെയാ അമ്മേ? അച്ഛൻ 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 എവിടെ? ആരൊക്കെ അമ്മയോടെ? അച്ഛൻ കുറെ ദൂരെയാ. നമുക്ക് വേറെ ആരും ഇല്ല. ജീവ അമ്മേ, എന്റെ കല്യാണം കഴിഞ്ഞു. എന്റെ കല്യാണം കഴിഞ്ഞു. എന്റെ കല്യാണം
ഇല്ല മോനെ, കല്യാണം കഴിഞ്ഞിട്ടില്ല. അല്ല, നിത്യ ആരാ? നിത്യ ആരാ? നിത്യ നിത്യ എന്നൊരു ആളുണ്ടോ അമ്മേ? പക്ഷെ അതാരാന്ന് എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അമ്മേ, അമ്മയ്ക്കറിയോ? നിത്യ അറിയോ? ആ നിത്യ ആരാ? അറിയില്ല. നിത്യ നിത്യ ആരാ? നിത്യ ഉണ്ടമ്മേ. നിത്യ നിത്യ എനിക്ക് ആ പേര് മാത്രമേ അറിയൂ. ആ പേര് മാത്രം. അത് ഒന്നും പറ്റുന്നില്ല നിത്യ. എനിക്കൊന്നും ഓർക്കാൻ പറ്റുന്നില്ല അമ്മേ. ഒരു കറുത്ത മേഘം വന്ന് മൂടിയതുപോലെ. നിത്യ നിത്യ ഉണ്ട്. അങ്ങനെ ഒരാളില്ല മോനെ, അങ്ങനെ ഒരാളില്ല. ഇല്ല. നിത്യ 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 അത് അമ്മയുണ്ട്, മോന്റെ അടുത്ത് തന്നെയുണ്ട്. ഒന്നുമില്ല, ഒന്നുമില്ല മോനെ. നമുക്കിനി നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയെ കുറിച്ച് ഇന്നലെ പഠിച്ചതിന്റെ ബാക്കി പഠിക്കാം. ഓക്കെ ടീച്ചർ. Birth and childhood of Mahatma Gandhi. In a small whitewashed house in Porbandar on the coast of Kadirwad, Western India, Mohandas Gandhi was born on October 2, 1869. His parents were ശ്രേയ, ഇന്നലെ Karamchand Gandhi and Putli Bai. വീട്ടിൽ വലിയൊരു പൂച്ച കയറി വന്നായിരുന്നു. He was small and... Kalyani, stand up. Who's the father of our nation? ചോദിച്ചത് കേട്ടില്ലേ? ചേട്ടാ ഒന്ന് വെയിറ്റ് ചെയ്യണം, ഇപ്പൊ വരാവേ. ശരി. സംസാരിക്കാൻ വേണ്ടിയാണോ ക്ലാസ്സിൽ വരുന്നത്, അതോ പഠിക്കാനോ? ഞാൻ സംസാരിച്ചൊന്നുമില്ല. കള്ളം പറയരുത്. സംസാരിക്കുന്നത് ഞാൻ കണ്ടതല്ലേ. ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ ഞാൻ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കും. ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞ് ടീച്ചറിനെ സ്കൂളിൽ നിന്ന് പുറത്താക്കും. ആഹാ, അത് കൊള്ളാലോ. ആ ബെഞ്ചിൽ കയറി നിക്ക്. എനിക്ക് പറ്റില്ല. കേറി നിക്കാനാ പറഞ്ഞത്.
ടീച്ചർ അച്ഛനോടുള്ള ദേഷ്യം തീർക്കല്ലേ? ആഹാ, നീ അത്രയ്ക്കായോ? മര്യാദയ്ക്ക് ബെഞ്ചിൽ കയറി നിൽക്കാൻ. എന്റെ മോളെ എന്തിനാ ബെഞ്ചിൽ കയറ്റി നിർത്തിയിരിക്കുന്നത്? ക്ലാസ്സിൽ നിങ്ങളുടെ മോളുടെ പെരുമാറ്റം ശരിയല്ല, അതുകൊണ്ടാണ് നിർത്തിയത്. എത്ര പണം ചെലവാക്കിയ ഞാൻ ഇവിടെ പഠിപ്പിക്കാൻ വിടുന്നറിയോ? പണം ചെലവാക്കിയ മാത്രം പോരാ, നല്ല സംസ്കാരം കൂടി പറഞ്ഞു കൊടുക്കണം. അച്ഛാ, എന്റെ കാല് വേദനിക്കുന്നു അച്ഛാ. ഇത്തരം പ്രാകൃതമായ ശിക്ഷ നടപ്പാക്കിയാലേ എനിക്കത് മാനേജ്മെന്റിനോട് പറയേണ്ടി വരും. പരാതിപ്പെട്ടോ? അല്ലെങ്കിൽ തന്നെ എന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞ് വെല്ലു വിളിച്ചിരിക്കാൻ നിങ്ങളുടെ പുന്നാര മോള്. മോളെ, നീ താഴെ ഇറങ്ങും. ഇത് എന്റെ ക്ലാസ്സാ. ഇവിടെ എന്താ നടക്കണ്ടേന്ന് ഞാനാ തീരുമാനിക്കുന്നത്.